സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹ വൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു നെല്ലിക്കയുണ്ട്. ചീമ നെല്ലിക്ക അഥവാ അരിനെല്ലിക്ക എന്ന് പറയും. സ്റ്റാർ ഗൂസ്ബെറി എന്നും പറയും ഇംഗ്ലീഷിൽ. വളരെ നല്ല ഫലപ്രദമായ ഇച്ചിരി പുളിയൊക്കെ ഉണ്ട്. ഒരു നല്ല നെല്ലിക്കയാണത്. ചീമ നെല്ലി എന്ന് പറയും, അരിനെല്ലി എന്നും പറയും. വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കലവറയുമാണ് ഈ നെല്ലിക്ക. ഇതിൻ്റെ പ്രത്യേകത അതാണ്. എന്തൊക്കെ ഗുണമുണ്ടെന്നോ? വാർദ്ധക്യ രോഗങ്ങളെ അകറ്റും, ചർമ്മം ചുരുണ്ടു പോകുന്നതിനെ മാറ്റും, ചൊറിച്ചിലിന് വളരെ നല്ലത്, മോണപഴുപ്പിന് വളരെ നല്ലത്, ശ്വാസകോശ രോഗങ്ങളെ അകറ്റാനായിട്ട് വളരെ ഫലപ്രദം. ആമവാദത്തിനോ ചീമനെല്ലിയുടെ ഇല എടുത്ത് കിഴികെട്ടി ചൂട് പിടിക്കുക, അത് വളരെ ഫലപ്രദമാണ്. അപ്പോൾ ഇത്രയധികം ഗുണങ്ങളുള്ള ഒരു ചെടിയെക്കുറിച്ച് അഥവാ ഒരു നെല്ലിക്കയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഇതാണ്: വയറുവേദന കുറയ്ക്കാനുള്ള ഒരു 2 ഔഷധ ചെടികൾ. ഇഞ്ചിനീര്, തുളസിനീരാണ്. ഇഞ്ചിനീരും തുളസിനീരും കൂടെ യോജിപ്പിച്ച് കഴിച്ചാൽ പെട്ടെന്നുള്ള വയറുവേദനയെ ശമിപ്പിക്കാൻ പറ്റും. ഇന്നത്തെ ചോദ്യം ഇതാണ്: പ്രമേഹത്തെ കുറയ്ക്കാനുള്ള ഔഷധച്ചെടിയിലെ ഒരു പഴമുണ്ട്. ഒരു ഔഷധച്ചെടിയുണ്ട്, അതിൻ്റെ ഒരു പഴമുണ്ട്. ഏതായിരിക്കും അത്? എന്തായാലും ഇത് എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങണം. ഇതുപോലെയുള്ള നല്ല പഴവർഗ്ഗങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ഇന്നലെയും തന്നു. ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ഇതാണ് നൽകുക. ഈ പഴവർഗ്ഗങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. അതിലെ നല്ലതിനെ നമുക്ക് സ്വായത്തമാക്കാം. നല്ലതിനെ നമുക്ക് സ്വീകരിച്ച് രോഗപ്രതിരോധ ശേഷി നേടാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആത്മാർത്ഥമായി അത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഗൃഹവൈദ്യ പാഠപുസ്തകം വാങ്ങാൻ മറക്കണ്ട. എല്ലാവരുടെയും വീടുകളിൽ ഒരെണ്ണം വെച്ചാൽ ഈ അറിവുകളെല്ലാം അതിന് ഉണ്ട്. അത് എക്കാലവും നിങ്ങൾക്ക് ഉപയോഗിക്കാം. മൾട്ടി കളറാണ്. പക്ഷെ എല്ലാവരും യൂട്യൂബിലൂടെ അഡ്രസ്സ് ഇടുന്നുണ്ട്, യൂട്യൂബിലൂടെ ചോദിക്കുന്നുണ്ട്. അതിനകത്ത് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഞങ്ങൾ ഇവിടുന്ന് QR കോഡ് അയച്ചു തരും. അതിൽ സ്കാൻ ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ച് അഡ്രസ്സ്, ഫോൺ നമ്പർ, പിൻകോഡ് അയച്ചു തരണം. യൂട്യൂബിൽ പലരും ചോദിക്കുന്നുണ്ട്. അത് ദയവ് ചെയ്ത് അതിലെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് ആക്കണം. നന്ദി, നമസ്കാരം.